ശ്രീ പരമേശ്വരന് വളരെയധികം പ്രധാനപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നായ എരിക്കിൻ പുഷ്പങ്ങളെക്കുറിച്ച്, എന്തുകൊണ്ടാണ് ശ്രീ പരമേശ്വരന് എരിക്കിൻ പൂക്കൾ പൂജയ്ക്കായി ഉപയോഗിക്കുന്നത്? ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്മാനിക്കുന്ന, നമ്മുടെ എല്ലാവിധ പാപങ്ങളും സംഹരിക്കുന്ന സാക്ഷാൽ ശിവഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പൂക്കളിൽ പ്രധാനമായ ഒന്നാണ് എരുക്ക്. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സുസ്വാഗതം. ശിവക്ഷേത്രങ്ങളിൽ പ്രദോഷപൂജ, ശിവരാത്രി തുടങ്ങിയ വിശേഷമായ അവസരങ്ങളിൽ എരിക്കിൻ പൂവ് കൊണ്ട് അർച്ചന നടത്താറുണ്ട്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് എരിക്കിൻ പൂമാല ചാർത്തലും അർച്ചനയും വളരെ നല്ലതാണ്. പാലാഴി കടഞ്ഞപ്പോൾ ആവിർഭവിച്ച കാളകൂട വിഷം ലോകരക്ഷയ്ക്കായി സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ഏറ്റുവാങ്ങിയപ്പോൾ അതിലൊരു അംശം എരിക്കിനും സ്വീകരിക്കേണ്ടി വന്നു എന്നൊരു ഐതിഹ്യമുണ്ട്. അതേ തുടർന്ന് ലോകരക്ഷാ മഹാത്മ്യവുമായി എരുക്കിനും ബന്ധമുണ്ടായി. കൂവളത്തിനും വെള്ളത്തുമ്പപ്പൂവിനും ഒപ്പം എരുക്കും ശിവപൂജാ പുഷ്പങ്ങളിൽ പ്രാധാന്യം നേടി. ഈ എരുക്കിന് ശിവമാഹാത്മ്യം കൈവന്നത് സംബന്ധിച്ച് ശ്രീ മഹാഭാഗവതത്തിലും ശിവപുരാണത്തിലും പരാമർശിക്കുന്നൊരു ഐതിഹ്യമുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ദുർവാസാവ് മുനിയുടെ ശാപത്തിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടി ദേവാസുരന്മാർ ശിവഭഗവാന്റെ ഖണ്ഡാഭരണമായ വാസുകിയെ കയറാക്കിയും മന്ദരപർവ്വതത്തെ മത്താക്കിയും പാലാഴി കടഞ്ഞു. ഈ കഥ എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും ഒന്നുകൂടെ കേൾക്കാം. അങ്ങനെ ദേവന്മാർ വാസുകിയുടെ വാൽഭാഗവും അസുരന്മാർ ശിരസും പിടിച്ചു. കടയുന്നതിൻ്റെ വേദന താങ്ങാനാവാതെ വാസുകി ഘോരമായ കാളകൂടം വമിച്ചു. അതായത് വാസുകി ഛർദ്ദിച്ചു. പഞ്ചമഹാവിഷങ്ങളിലൊന്നായ കാളകൂടം പൃഥുമാലി എന്ന അസുരൻ്റെ ചോരയാണെന്ന് പറയുന്നു. കാളകൂടം, മുസ്തകം, വത്സനാഭം, ശംഖകർണി, ശൃംഗി എന്നിവയാണ് പഞ്ചമഹാവിഷങ്ങൾ. കാലനെ പോലും ദഹിപ്പിക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ് കാളകൂടം എന്ന പേരു തന്നെ ഇതിന് വന്നത്. ഈ വിഷം വീണ് ഭൂമി നശിക്കാതെയിരിക്കുവാൻ നമ്മുടെ ഭഗവാൻ കൈക്കുമ്പിളിൽ വാങ്ങി പാനം ചെയ്തപ്പോൾ ആ വിഷത്തെ അതിൽ അല്പം തുളുമ്പി സമീപത്തുണ്ടായിരുന്ന എരുക്ക് എന്ന ചെടിയിലേക്ക് വീണു. അങ്ങനെയാണ് എരുക്കിന് വിഷാംശമുണ്ടായത്. സ്വതവേ വെള്ള നിറമുള്ള എരിക്കിൻ പൂവ് ആ വിഷത്തിൻ്റെ ആ പ്രഭാവം നിമിത്തം പിന്നീട് നീല നിറം ആ പൂവിന് ലഭിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ ഭാഗവതത്തിൽ പാലാഴി മദന കഥയിൽ ഇത് പറയുന്നുണ്ട്. ശിവഭഗവാന്റെ കൈക്കുമ്പിളിൽ നിന്ന് തുളുമ്പി താഴെ വീണ വിഷത്തുള്ളികൾ പാമ്പ്, ചിലന്തി, തേൾ എന്നീ ജീവികൾ രുചിച്ചതിനെ തുടർന്ന് അന്നേവരെ വിഷമില്ലാതെയിരുന്ന ആ ഉരകങ്ങളും അവയുടെ വംശവും വിഷജന്തുക്കളായി മാറിയെന്നും ഐതിഹ്യ കഥ പറയുന്നു. സിദ്ധവൈദ്യത്തിൽ എരിക്കിന് അപാരമായ ഔഷധ ഗുണമാണുള്ളത്. എരിക്കിൻ പൂവിലെ വിഷാംശം നീക്കം ചെയ്ത് മാറാരോഗങ്ങൾക്കുള്ള സിദ്ധൌഷധമായി ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ ഔഷധമായി എരുക്ക് ഉപയോഗിക്കുന്നുണ്ട്. എരുക്കിൻ്റെ തടി, വേര്, ഇല എന്നിവ വളരെ വിശേഷപ്പെട്ടവയാണ് ആയുർവേദത്തിൽ. ഇതിലെ ആ വിഷാംശം നീക്കിയാണ് അവർ ഔഷധമായി ഉപയോഗിക്കുന്നത്. ശിവക്ഷേത്രങ്ങളിലും മറ്റു ക്ഷേത്ര പരിസരങ്ങളിലും പരിശുദ്ധമായ സ്ഥലങ്ങളിലും എരുക്ക് വളരും. ആ സ്ഥലം ശുദ്ധമായി സൂക്ഷിക്കുകയും വേണം. വാടിയ പൂ, കൃമികീടങ്ങളുള്ളത്, ഇതൾ കൊഴിഞ്ഞത്, വാടിപ്പഴുത്ത് നിലത്തു വീണത്, പുഴുക്കുത്തുള്ളത് തുടങ്ങിയ പുഷ്പങ്ങളൊന്നും തന്നെ നമ്മൾ ദേവീദേവന്മാർക്ക് ഒരിക്കലും സമർപ്പിക്കുവാൻ പാടില്ല. അതേപോലെ പൂവിറക്കുമ്പോൾ നിലത്തു വീഴുന്ന പൂക്കളും ദേവനുള്ളതല്ല, അത് അസുരനുള്ളതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എടുക്കരുത്. പിന്നെ നമ്മൾ മണപ്പിച്ച പൂക്കൾ ഭഗവാൻ ഒരിക്കലും സമർപ്പിക്കരുത്. അതേപോലെ പൂക്കളും പൂജാദ്രവ്യങ്ങളും തട്ടത്തിലോ ഇലയിലോ മാത്രമേ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവൂ. കടലാസിൽ പൊതിഞ്ഞൊന്നും നമ്മൾ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കരുത്. അതേപോലെ കുട്ടികളെ എരിക്കിൻ പുഷ്പങ്ങൾ തൊടിയിക്കുവാനേ പാടുള്ളതല്ല. ആഭിചാരകർമ്മത്തെ പ്രതിരോധിക്കുന്നതിനും മന്ത്രവാദം പോലെയുള്ളവയുടെ ഫലം ഏൽക്കാതെ ഇരിക്കുന്നതിനും എരുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ആഭിചാരപ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ
പ്രതിരോധിക്കുന്നതിന് വെളുത്ത എരിക്കിൻ പുഷ്പങ്ങൾക്ക് ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലൂടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജവും വന്നു ചേരുന്നു. ഇനി അപകടങ്ങൾ കൂടപ്പിറപ്പായിട്ടുള്ളവർ ഒരു കഷ്ണം എരുക്കിൻ്റെ വേര് കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നു. ഇത് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കും. ഇനി മറ്റൊരു പ്രത്യേകത, ഗണപതി ഭഗവാന് എരിക്കിൻ്റെ വേരിൽ കറുകമാല കെട്ടി ചാർത്തിയാൽ സർവമാന വിഘ്നങ്ങളും നമ്മളെ വിട്ടൊഴിയുമെന്നാണ് പറയുന്നത്. ഇനി ഓം നമോ അഗ്നിരൂപായ ഹ്രീം നമഃ എന്ന മന്ത്രം ചൊല്ലി ഈ എരിക്കിൻ്റെ വേര് യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കായി നമ്മൾ പുറത്തു പോകുമ്പോഴോ അരികത്തായോ ദേഹത്തായോ സൂക്ഷിച്ചാൽ അപകടങ്ങൾ ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം.